നമ്മളിത് ചൈനീസ് നൂഡിൽസ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമല്ല. അത് കുറച്ച് ടൊമാറ്റോ സോസ് വെച്ചിട്ടുള്ളൂ. മസാലകളൊക്കെ നമ്മുടെ ഗരം മസാലയാണ്. ഇത് ചേർത്തൊക്കെ വെജിറ്റബിൾ ആണ്. അല്പം ബട്ടറും വെളിച്ചെണ്ണ എല്ലാം കൂടെ വന്നപ്പോൾ സംഭവം അടിപൊളി, ഭയങ്കര ടേസ്റ്റ് ആണ്. നൂഡിൽസ് ഇങ്ങനെ കൈകൊണ്ട് വാരിത്തരുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ട് അവിടെ കാണുന്നത്. അപ്പൊ നമ്മളെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റാഗി കൊണ്ടുള്ള ഒരു നൂഡിൽസ് ആണ്. അതും ഒരു നൂഡിൽസ് അല്ല, ഒരു മിക്സഡ് നൂഡിൽസ്, വെജിറ്റബിളും എഗ്ഗും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു നൂഡിൽസ്. ഇനിയിപ്പോ എഗ്ഗ് ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പനീർ ഉപയോഗിച്ചും ചെയ്യാം. നോക്കിക്കേ, എന്നിട്ട് കൊതി വരുന്നില്ലേ? എണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മളത് തീ കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്കൊരല്പം എന്തൊഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ മതി. സബോളയും പച്ചമുളകും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞത് ഒരു 1/4 കപ്പ് അങ്ങ് തട്ടുകയാണ്. നമ്മുടെ ക്യാരറ്റ് കുഞ്ഞായിട്ട് അരിഞ്ഞത് അതൊരു 1/4 കപ്പ്. ബീൻസ് ഏറ്റവും പൊടിയായിട്ട് അരിഞ്ഞത്, കാരണം ബീൻസിന് വേവ് കൂടുതലാണ്, അതുകൊണ്ട് അത് ഏറ്റവും കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് ക്യാബേജ് ആണ് 1/4 കപ്പ് വേണ്ടത്. നമ്മുടെ മഞ്ഞ ക്യാബേജ് എടുക്കാം, അല്ലെങ്കിൽ വെള്ള ക്യാബേജ് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ വയലറ്റ് ക്യാബേജ് എടുക്കാം. നൂഡിൽസിനൊക്കെ വയലറ്റ് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അത് ഒരു 1/4 കപ്പ്. ബീൻസ് ഒഴിച്ചെല്ലാം നമുക്ക് പച്ചയ്ക്ക് തിന്നാൻ പറ്റുന്ന സാധനമായതുകൊണ്ടും നൂഡിൽസിനൊക്കെ ഒരുപാട് വെന്ത് കുഴയണ്ട. പച്ചക്കറികളെന്നും കൊണ്ടും ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ. ബീൻസ് അത്രയും പൊടിയായതുകൊണ്ട് വേഗം. അപ്പൊ ഞാനൊന്നും എല്ലാം കൂടെ ഇളക്കി മറിച്ച് നമുക്ക് ഈ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ വേണോ? വേണ്ട, 1/2 ടീസ്പൂൺ ഉപ്പിട്ടു. വേണമെങ്കിൽ പിന്നെ ഇടാലോ അല്ലെ. അപ്പൊ ഇതാ നല്ല തീരാനിരിക്കുന്നത്. ഞാൻ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഒരു മിനിറ്റോളം വഴറ്റിയിട്ടുണ്ട്. ഞാൻ ബാക്കി 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ആ സമയം കൊണ്ട് നമുക്കൊരു ചെറിയ പരിപാടി, കുഞ്ഞ പരിപാടി. ഒരു 3 മുട്ട പൊട്ടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് ഞാനൊരു അല്പം ഉപ്പും മഞ്ഞപ്പൊടിയും ചെറിയ കുറച്ചൊരു 10-20-25 മില്ലി പാലും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പറിച്ചെടുക്കാൻ പോകണം. ഓക്കെ, നമ്മൾ നൂഡിൽസും ഫ്രൈഡ് റൈസും ഉണ്ടാക്കുമ്പോഴും ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഈ ഒരു രീതിയിലൊന്നും മുട്ട പാലൊഴിച്ച് അടിച്ച് പറിച്ച് നോക്കിയാൽ ഭയങ്കര സോഫ്റ്റും പ്രത്യേക രുചിയായിരിക്കും കേട്ടോ. ഓക്കെ, ഇത് സെറ്റായി ഇവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ ഏകദേശം 2 മിനിറ്റ് ആയിട്ട് ഞാനൊന്ന് തുറക്കുവാണേ. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഒരു സാധനം ആഡ് ചെയ്യാണ്, നമ്മൾ മാറ്റി വെച്ച ക്യാപ്സിക്കം. ഓക്കെ, അതിനധികം വേവ് വേണ്ട. ശരിക്കും ഈ പച്ചക്കറികളിലേക്ക് ഒരു കളർ പോകാതിരിക്കാൻ ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് വരട്ടിയാൽ നന്നായിരിക്കും. നമ്മൾ പഞ്ചസാര ഏറെക്കുറെ ഒഴിവാക്കിയത് കൊണ്ട് നമ്മളത് ഒഴിവാക്കുകയാണ്. നിങ്ങൾക്ക് ഇനി കളർ അങ്ങനെ തന്നെ ഇരിക്കണമെങ്കിൽ പഞ്ചസാര ഇട്ട് വരട്ടിയാൽ മതി. ഇനി നമ്മൾ നടുവിൽ ഇതേ ഒരു ഒഴിക്കുകയാണ്. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇതേ ബട്ടർ ഒഴുകി അതിലേക്ക് നമ്മുടെ മുട്ടച്ചേട്ടനെ ഒഴിക്കാം. ഒന്നും കൂടെ നമ്മൾ ഒരു മിനിറ്റ്, കഷ്ടി 1 മിനിറ്റ് നമ്മൾ അടച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഇതാ 1 മിനിറ്റ് ആയി. ഇതാ നോക്ക് എങ്ങനെ സെറ്റപ്പിലായിരിക്കണേന്ന് കണ്ടോ. നല്ല പൊങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇതുമായിട്ട് മിക്സ് ചെയ്യുന്നു കേട്ടോ. മുട്ട കഴിക്കാത്തവർ ഈ സമയത്ത് നല്ല അടിപൊളിയായിട്ട് പനീർ കുഞ്ഞായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർത്താൽ മതി. ഇനി നമ്മൾ ഇതേ പച്ചക്കറിയും മുട്ടയും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പൊടികൾ ചേർക്കാൻ പോവുകയാണെ. ഒരു തരി മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുവാണേ. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഗരം മസാല ഏകദേശം 1 ടീസ്പൂൺ. ഞാൻ ഈ ഇട്ടാ വട്ടത്തിൽ വെച്ച് തന്നെ ഈ പൊടി ഒന്ന് മൂപ്പിക്കുകയാണ്. എണ്ണ വേറെ ഒഴിച്ചിട്ടില്ല. ഇനി നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂണ് നമ്മുടെ ടൊമാറ്റോ സോസ് അതിലേക്ക് തട്ടി എല്ലാം കൂടി അങ്ങ് ചേർത്ത് മിക്സ് ചെയ്യണം കേട്ടോ. ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചപ്പാത്തിക്ക് കറിയായിട്ടോ, അല്ലെങ്കിൽ ബ്രെഡിന്റെ ഇടയിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് ആയിട്ടോ, അല്ലെങ്കിൽ ചപ്പാത്തി റോളായിട്ടോ ഈ ഒരു മസാല നമ്മുടെ മക്കൾക്ക് കൊടുക്കാം കേട്ടോ. അടിപൊളി. കാരണം മണം കൊണ്ട് നമുക്ക് അതിന്റെ ഗുണം അറിയാം. ഇതിന്റെ കുറച്ച് കറിവേപ്പിലയും കാന്താരി ഇല്ലാതെ നമുക്കൊരു ജീവിതം ഇല്ലാത്തത് കൊണ്ട് കറിവേപ്പില ഇടുന്നു. നൂഡിൽസ് പിന്നെ കാന്താരി ഇട്ടോ നിങ്ങൾ തന്നെ പൊങ്കാല ഇടും എന്നുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം ഇട്ടിട്ടില്ല. പകരം മല്ലിയിലയും കൂടെ കുറച്ച് തൂക്കിയിടുകയാണ് കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ള സംഭവമാണ് നൂഡിൽസ്. പക്ഷെ അതിന്റെ എന്താ പറയുക, മൈദയുടെ അതിപ്രസരം കൊണ്ടും അതിൻ്റെ അകത്ത് ചേർക്കുന്ന ഒരുപാട് സാധനങ്ങൾ കൊണ്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷെ ഇത് നമ്മുടെ റാഗിയുടെ നൂഡിൽസ് ആണ്. ഏകദേശം 90% റാഗി കൊണ്ടും ബാക്കി കുറച്ച് അരിപ്പൊടിയും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു നൂഡിൽസ് ആണ്. നമ്മുടെ നൂഡിൽസ് ചേട്ടനെ നമുക്ക് ഇങ്ങോട്ടിടാം. നോക്കിക്കേ, വെറും 25 രൂപയുടെ ഒരു കവറാണ്. എത്ര ക്വാണ്ടിറ്റി എന്നറിയും. ഈ മില്ലറ്റിന്റെ ഒരു ഗുണം ഇതാണ് കേട്ടോ. പെട്ടെന്ന് അത് നമുക്ക് പെരുകി ഫീൽ ചെയ്യും. മാത്രമല്ല സാധാരണ നൂഡിൽസ് കഴിക്കണ പോലെ അല്ല, ഇത് ഒരല്പം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും. 5 പേർക്ക് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കലാണ് ഒരു ഹിമാലയൻ പണി. കെട്ട് പണഞ്ഞ് കിടക്കുക. അപ്പൊ ദാ ഞാൻ തീ കൂട്ടി എല്ലാം കൂടെ നല്ല മിക്സ് ആയിട്ടോ. തീ കൂട്ടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി ഒന്നതേ ലെവലാക്കി അടച്ച് വെച്ചുതേ ഒരു സൗണ്ട് കേൾക്കണ്ടേ, അടിയിലുള്ള നൂഡിൽസ് പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് അടച്ചു വെക്കാം, ഓഫ് ചെയ്യാം. സംഗതി ക്ലീൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടാ. നല്ല ഒന്നാണ് ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ട്. സീരിയസ്ലി ഒന്നും വേണ്ട. നമ്മളിത് ചൈനീസ് നൂഡിൽസ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമല്ല. അത് കുറച്ച് ടൊമാറ്റോ സോസ് വെച്ചിട്ടുള്ളൂ. മസാലകളൊക്കെ നമ്മുടെ ഗരം മസാലയാണ്. ഇത് ചേർത്തൊക്കെ വെജിറ്റബിൾ ആണ്. അല്പം ബട്ടറും വെളിച്ചെണ്ണ എല്ലാം കൂടെ വന്നപ്പോൾ സംഭവം അടിപൊളി, ഭയങ്കര ടേസ്റ്റ് ആണ്. നൂഡിൽസ് ഇങ്ങനെ കൈകൊണ്ട് വാരിത്തരുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ട് അവിടെ കാണുന്നത്. അടിപൊളി. ഇത് ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും നമ്മൾ ചേർത്തില്ല. അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനവും നമുക്ക് ചേർന്നിട്ടില്ല. ഇത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഡയബറ്റിക് രോഗികൾക്ക് വരെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതും സേഫ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒന്നും പറയാനില്ല. ഞാനിവിടെ ഇരുന്ന് വെറുതെ
മറിച്ചതും ഉണ്ടാവില്ല. നിങ്ങൾ അത് ഉണ്ടാക്കി നോക്കിയ ടേസ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്നത് 100% ജെനുവിനാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കിഡിലൻ റെസിപ്പികളായിട്ട് വരുന്നവരെ നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അന്നമ്മ.